മെസ്സിയെ വെച്ചുള്ള സാമ്പത്തിക തിരിമറി. ശബരിമലയെ ലക്ഷ്യം വെച്ച് കൊള്ള നടത്തിയ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് മെസ്സി എന്ന ഒരു അന്താരാഷ്ട്ര കളിക്കാരനെ വച്ച് സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന് പറഞ്ഞാൽ അത്ഭുതം കൂറാൻ ഒന്നുമില്ല. എങ്കിലും മെസ്സി കേരളത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചത് 2023 ഏപ്രിലായിരുന്നു. വരുമെന്ന് പറഞ്ഞ ഡേറ്റോ ഒക്ടോബർ 25 മുതൽ 7 ദിവസം മെസ്സി അർജൻറ്റീന ടീമിനൊപ്പം കേരളത്തിലുണ്ടാകും, ഓസ്ട്രേലിയയുമായി സൗഹൃദ മത്സരത്തിൽ ഏർപ്പെടും എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ കണ്ടതാണ്. ആപാലവൃദ്ധം ജനങ്ങളും അത് കേട്ട്, പ്രത്യേകിച്ച് ജെൻസിസ് അത് കേട്ട് കൈയടിക്കുന്നതും സന്തോഷിക്കുന്നതും. അപ്പോൾ അതിൽ നിന്നൊക്കെ മുതലെടുത്താണ് പിന്നീട് അങ്ങോട്ട് 2023 ഏപ്രിൽ തൊട്ട് ഈ ഭരണം ഒഴിയുന്നത് വരെ, ഇല്ലെങ്കിൽ 2005 ഒക്ടോബറിൽ മെസ്സി കേരളത്തിൽ വരില്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല വേദികളിലും പോയപ്പോൾ കേരളത്തിൽ വരികയില്ല എന്ന് അറിയിക്കുന്നത് വരെ കേരളത്തെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കളിപ്പീരിൽ വീണ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആഹ്ലാദത്തോടെ. ഇപ്പോൾ വരും മെസ്സി എന്ന് പറഞ്ഞ് മെസ്സിയെ കാണാൻ, മെസ്സിയെ തൊടാൻ, മെസ്സിയുമായി സെൽഫി എടുക്കാൻ ഒക്കെ ആഗ്രഹിച്ച് മലയാളികൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? ഏതു മേഖലയിലെത്തിയാലും അവിടെയൊക്കെ കൈയിട്ട് വാരാൻ സാമർഥ്യമുള്ള ഗവൺമെൻറ്റായിരുന്നു LDF ഗവൺമെൻറ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ LDF പോലും അദ്ദേഹത്തെ, ആ ഗവൺമെൻറ്റിൻ്റെ വമ്പന്മാരെ മലർത്തിയടിച്ച് കോൺഗ്രസ്സിന് ശക്തമായ പിന്തുണ നൽകി ഭരണത്തിലേറ്റിയത്. ഈ 2023-24 കാലഘട്ടത്തിലൊക്കെ ഇവിടുത്തെ സ്പോർട്സ് സ്കൂളിൽ, അതിൻ്റെ സ്പോർട്സ് ഹോസ്റ്റൽ, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പണമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ ഹോസ്റ്റലിലെ തൊഴിലാളിക്ക്, അതായത് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ഹോസ്റ്റലിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾ, അതായിരുന്നു അന്നത്തെ സ്പോർട്സ് ഹോസ്റ്റലുകൾ. അതൊക്കെ പല ആവർത്തി പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ആ പത്ര റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ചാനലുകളൊക്കെ അത് ചർച്ച ചെയ്തിട്ടും ഉള്ളതാണ്. അതൊക്കെ പോകട്ടെ, ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഈ മിനിസ്ട്രി, അതായത് കായിക മന്ത്രാലയം ഉറങ്ങുകയായിരുന്നോ എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഏതാനും മാസം മുൻപ് വർഷങ്ങളായി കൂട്ടിയിട്ടിരുന്ന സ്പോർട്സ് കൗൺസിലിലെയും സ്കൂളിലെയും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരുന്ന യൂണിഫോം മുതൽ കളിക്കാനുള്ള ഉപകരണങ്ങൾ വരെ എല്ലാ സാധനങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ പുറത്തെടുക്കുന്നത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് മുറികളിൽ നിന്ന് പുറത്തെടുക്കുന്നത്, അത് വിവിധ സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്കും സ്കൂളുകളിലേക്കും കൊടുത്തയക്കുന്നതൊക്കെ ഒരു 1-2 മാസം മുൻപാണ് നടന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് മന്ത്രിയും ഒക്കെ, സ്പോർട്സ് കൗൺസിലിൻ്റെ തലപ്പത്തുള്ളവരും സ്പോർട്സ് മന്ത്രിയും ഒക്കെ എന്ത് വ്യായാമത്തിലാണ് ഏർപ്പെട്ടിരുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, അതായത് അവരുടെ സമസ്ത ചിന്തകളും ഈ പറയപ്പെട്ട മെസ്സിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. മെസ്സിയെ ചുറ്റിപ്പറ്റി കറങ്ങിയാൽ എങ്ങനെ പല പോക്കറ്റുകളും നിറയ്ക്കാം, എങ്ങനെ മറ്റുള്ളവരെ കബളിപ്പിച്ച് പോക്കറ്റുകൾ നിറച്ച് മുന്നേറാം എന്ന് ഉള്ള ചിന്തയിലായിരുന്നു ഇവരൊക്കെ മുന്നേറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര രസകരമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര ലജ്ജാകരമായ രീതിയിൽ എന്ന് പറയുമായിരിക്കും ശരി. കാരണം കബളിപ്പിക്കപ്പെട്ടവർക്ക് ബുദ്ധിശൂന്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്രയേറെ കബളിപ്പിക്കപ്പെടുമോ, ഇതിൻ്റെ വരും വരായികകൾ, ഇതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുകയില്ലേ? അതെങ്ങനെ ശ്രമം നടത്താനാണ് അല്ലേ? അതായത് മുഖ്യമന്ത്രി ഇതിൻ്റെയൊക്കെ കൂടെ ഉണ്ട്. മുഖ്യമന്ത്രി കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന് കുട പിടിച്ചു കൊടുക്കാനായിട്ട് കായിക മന്ത്രിയും ഒപ്പം നിൽക്കുന്നു. ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്കാണ് ഈ ഫണ്ടൊക്കെ പോയത് എന്ന് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. അപ്പോൾ മെസ്സി വരുമ്പോഴേക്ക് ആദ്യം നോക്കിയ സ്റ്റേഡിയം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ പ്രഗത്ഭരൊക്കെ വന്നു നോക്കി, ഏത് പ്രഗത്ഭരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, പ്രഗത്ഭരൊക്കെ വന്നു നോക്കി ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം അയോഗ്യമാണ്, അത് ചേർന്നതല്ല എന്ന് കണ്ടെത്തുന്നു.
കണ്ടെത്തിക്കഴിഞ്ഞ് ഇനി എന്ത്, അങ്ങനെയാണ് കൊച്ചിൻ സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കൊച്ചിൻ സ്റ്റേഡിയത്തിന് ഒരുക്കാൻ, അതായത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം യോഗ്യമല്ല. അപ്പോൾ യോഗ്യതയുള്ള ഒരു സ്റ്റേഡിയം ഒരുക്കിയെടുക്കാൻ വേണ്ടി ആണ് കൊച്ചിൻ സ്റ്റേഡിയം കണ്ടെത്തുന്നതും 200 കോടിയാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തീരുമാനിക്കുന്നത്. അപ്പം ഈ 200 കോടി ഇൻവെസ്റ്റ്മെൻറ്റിന് തീരുമാനിക്കുമ്പോൾ ആരാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറ് എന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്തു വരുന്ന കമ്പനി, സ്പോൺസർ കമ്പനി എന്ന് പറയുന്നതാണ് റിപ്പോർട്ടർ കമ്പനി. അപ്പോൾ ഈ റിപ്പോർട്ടർ കമ്പനി തുടങ്ങിയിട്ട്, അതായത് റിപ്പോർട്ടർ കമ്പനി ഓർഗനൈസ് ചെയ്തത് തന്നെ 1 ലക്ഷം രൂപയുടെ മൂലധനവുമായിട്ടാണ് റിപ്പോർട്ടർ കമ്പനി തുടങ്ങിയിട്ട് ഒട്ടും താമസിയാതെ, അതോ ഇനി നമുക്ക് അറിഞ്ഞുകൂടാ ഈ കൊച്ചിൻ സ്റ്റേഡിയത്തിൻ്റെ കരാർ എടുത്തതിന് ശേഷമാണോ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഏതായാലും 1 ലക്ഷം രൂപയുടെ മൂലധന അല്ലെങ്കിൽ ആസ്തിയുള്ള കമ്പനിക്കാണ് 200 കോടിയുടെ വർക്ക് ഉള്ള പെർമിറ്റ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്ത് നടന്ന കളികൾ എന്തൊക്കെയാണ്, അത് മുഖ്യമന്ത്രി ഇടപെട്ടാണ് കൊടുത്തത് എന്ന് പുറത്തു വന്നു. ബാക്കി എന്തുമാത്രം കളികളാണ് നടന്നത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അതുമാത്രവുമല്ല, നമ്മുടെ മുട്ടിൽ മരമുറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ പറയപ്പെട്ട റിപ്പോർട്ടർ കമ്പനിയിൽ ഈ 1 ലക്ഷം രൂപയുടെ ആസ്തിയുമായി വന്ന് കൊച്ചിൻ സ്റ്റേഡിയം മോടി പിടിപ്പിച്ച് മെസ്സിക്ക് കളിക്കത്തക്ക പരുവത്തിലേക്ക്, സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ വേണ്ടി 200 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറായി വരുന്ന കമ്പനി ഈ മുട്ടിൽ മരമുറി കേസിലെയൊക്കെ പ്രതിയാണ് എന്നോർക്കണം. ആ പ്രതികളൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നുകൂടി ഓർക്കണം. അപ്പോഴാണ് നമുക്ക് ഏത് തരത്തിലുള്ള മുറികളാണ്, മരമുറികളാണ് ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ നടത്താൻ അവർ തീരുമാനിച്ചത് എന്ന ഏകദേശ രൂപം നമുക്ക് കിട്ടുക. അതായത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന 8/7/23 ഈ റിപ്പോർട്ടർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് 1 ലക്ഷം രൂപയുടെ മൂലധന വ്യവസ്ഥയോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കമ്പനിക്കാണ് ഈ പറയപ്പെട്ട 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊച്ചിയിൽ സ്റ്റേഡിയത്തിൽ നടത്താമെന്ന് അവർ സമ്മതിക്കുന്നു. അങ്ങനെ അവരുമായിട്ട് കരാറിലെത്തുന്നു. അതായത് ഇപ്പോഴത്തെ കായിക മന്ത്രി അന്വേഷണം നടത്തി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മെസ്സി ഇവിടെ വരും എന്ന് ഇവിടെ വിളംബരപ്പെടുത്തിയിരുന്നുവെങ്കിലും മെസ്സിയെ ക്ഷണിച്ചിട്ടുണ്ടോ, മെസ്സി അറിഞ്ഞിരുന്നോ, ഇവിടെ ഈ മെസ്സി വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന കാര്യം മെസ്സി അറിഞ്ഞിരുന്നോ എന്ന് പോലും സംശയമാണ് എന്നാണ് ബഹുമാനപ്പെട്ട കായിക മന്ത്രി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് മിസ്റ്റർ അബ്ദുറഹ്മാൻ, മുൻ കായിക മന്ത്രി, പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നത്, എല്ലാത്തിനും റെക്കോർഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തന്നെയുമല്ല, ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു പൈസയുടെ നഷ്ടം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ പോയി 126 കോടി അല്ലെങ്കിൽ 200 കോടി, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ഒരു പൈസ പോലും സർക്കാരിന് നഷ്ടം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള ആൻറ്റോ അഗസ്റ്റിൻ പറയുന്നത് എല്ലാ പണമിടപാടുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇതിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവിടെയൊക്കെ അദ്ദേഹം പറയുന്നത് എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ് പൈസയുടെ വിനിമയമൊക്കെ നടന്നിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും രേഖകളുണ്ട്. അന്താരാഷ്ട്ര കായിക ട്രൈബ്യൂണലിൽ കേസ് നടക്കുകയാണ്. തുക നൽകിയതും നഷ്ടമുണ്ടായതും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കാണ്. അതായത് 126 കോടിയോ എത്ര കോടിയെങ്കിലും ആകട്ടെ, ആ തുക നഷ്ടമായത് ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കാണ്, അല്ലാതെ ഗവൺമെൻറ്റിനല്ല എന്നാണ് ഈ പറയപ്പെട്ട ആൻറ്റോ അഗസ്റ്റിൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന ആ തരത്തിൽ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം മന്ത്രിയും സർക്കാരിന് ഒരു നഷ്ടവും ഇതുവഴി വന്നിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ 126 കോടി 200 കോടി എന്നൊക്കെ പറഞ്ഞ് കടിപിടി സംസാരിക്കുമ്പോൾ, ഉച്ചായിസ്തരം സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 11 കോടി കുടിശ്ശിക കിടക്കുന്നു. എവിടെയാണ് കുടിശ്ശിക കിടക്കുന്നത്? അന്താരാഷ്ട്ര രംഗത്തല്ല. അന്താരാഷ്ട്ര രംഗങ്ങളിൽ മികവ് തെളിയിച്ച് വന്ന കേരളത്തിലെ കായിക വിദഗ്ധർ,
മിടുക്കർ. ആ മിടുക്കർക്ക് കിട്ടേണ്ട അവകാശം, അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത തുക, അതാണ് എല്ലാം കൂടി 11 കോടി ഉള്ളത്. ഈ 11 കോടി ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഈ മിടുക്കർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൊസിഷൻ, അവരെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു കേസ് ഒരു ക്രിമിനൽ കേസായിട്ട് വരാനുണ്ടായ കാരണം എന്താണ്? നികുതി വകുപ്പ് 22 കോടി നികുതി അടയ്ക്കാൻ കായിക വകുപ്പിനോട് ആവശ്യപ്പെടുന്നു. അതായത് ഈ ചെലവഴിച്ച, ഈ മെസ്സി വരും എന്ന് പറഞ്ഞ് ചെലവഴിച്ച 126 കോടിയുടെ ഒക്കെയും കൂടി നികുതിയായിട്ട് 22 കോടി നികുതി അടയ്ക്കാനുള്ള ഇത് വന്നപ്പോഴാണ് ഇത് ഒരു ക്രിമിനൽ ഒഫൻസാണ്, ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അനുസരിച്ചുള്ള ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ട്. അതുപോലെ മണി ലോണ്ടറിങ്, കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ട്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഉള്ള ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ തരത്തിലുള്ള ലംഘനങ്ങളും അന്വേഷിച്ച് അതിലാരൊക്കെയാണ് കുറ്റക്കാർ എന്നൊക്കെ അറിയത്തക്ക രീതിയിൽ അന്വേഷണങ്ങൾ മുറയ്ക്ക് നടന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ED അന്വേഷണവും ആവശ്യമായി വന്നേക്കാം. അങ്ങനെ അന്വേഷണങ്ങൾ നടത്തി കൃത്യമായ കുറ്റവാളികളെ കണ്ടെത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള നഗ്നമായ ലംഘനങ്ങൾ മേലിലും നടക്കാതിരിക്കൂ. നമ്മളൊന്ന് ഓർക്കേണ്ടത്, കേരളത്തിൻ്റെ പാസ്റ്റാണ്, കഴിഞ്ഞ കാലം. PT ഉഷ തൊട്ട് എത്രയോ പ്രഗത്ഭരായ കായിക ശ്രേഷ്ഠരെ വാർത്തെടുത്ത നാടാണ് കേരളം. അത് പോയതിനേക്കാൾ മെച്ചപ്പെട്ടവർ വരും എന്ന രീതിയിൽ നമ്മൾ വലിയ പ്രതീക്ഷകൾ നട്ടുവളർത്തി മുൻപോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു ചതിവ് ഒരു 5 വർഷക്കാലം മുഴുവനും കായിക മന്ത്രാലയത്തെ വട്ടം കറക്കി എല്ലാം താറുമാറാക്കി സ്വപ്നങ്ങൾ വിറ്റ് പോക്കറ്റ് നിറച്ച ഒരു ഭരണകൂടം കായിക വകുപ്പിനുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരം അവസ്ഥ ആവർത്തിച്ചുകൂടാ. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് നടപടിയെടുക്കണം. അതുമാത്രവുമല്ല, ഈ 11 കോടി കുടിശ്ശിക കൊടുക്കാതെ കിടക്കുന്ന അന്താരാഷ്ട്ര ഗെയിമുകളിൽ നേട്ടവുമായി കേരളത്തിലേക്ക് എത്തിയവർക്ക് അവരർഹിക്കുന്ന പദവികൾ നൽകുക, അവരർഹിക്കുന്ന, അവരോട് ഓഫർ ചെയ്ത തുക അവർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ യശസ് പൂർവാധികം ഉയർത്തത്തക്ക രീതിയിൽ വരും കാലങ്ങളിൽ സ്പോർട്സ് കൗൺസില്, മറ്റ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും വളരെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കപ്പെടണം എന്നാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുവാനുള്ളത്.